ഹലോ, ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് കുറേ ആയെങ്കിൽ എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടാതെ പോയൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് നന്ദുവേട്ടൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. കുറച്ചധികം നാളായി ബർത്ത്ഡേ കഴിഞ്ഞിട്ട്, ജനുവരിയിലായിരുന്നു. എന്ത് വിധി ഇത്, എന്തോന്ന് ചതി ഇതെന്നൊക്കെ പറയണ പോലെ ആയിപ്പോയി ഗൈസ്. കറക്റ്റ് സമയത്ത് ആട് കയറി വന്നു. ആ ബർത്ത്ഡേ സോങ്ങിൻ്റെ മൂടങ്ങ് മാറി. ഞങ്ങളത് മൈൻഡാക്കാനും നിന്നില്ല. ഞങ്ങളുടെ വഴിക്കങ്ങ് കേക്കൊക്കെ കട്ട് ചെയ്തു. കുറച്ച് ചില്ലായിരുന്നു കേട്ടോ. ഫംഗ്ഷൻ അടിപൊളിയായിരുന്നു. നല്ല സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. കുഞ്ഞിന് ഒരുപാട് ഹാപ്പി ആയിരുന്നു. PS ഉള്ള ഫംഗ്ഷനാണെങ്കിൽ നന്ദുകൂട്ടൻ എവിടെ സ്ട്രോബെറി ഉണ്ടെങ്കിൽ അത് ആദ്യം സേഫാക്കാൻ നോക്കും. അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി ഉണ്ടെന്ന് കൂട്ടിക്കോ. അത് ഞാൻ പിന്നൊരു ദിവസം പറയാം കേട്ടോ. അല്പം ഫണ്ണാണ്. ഇനി അടുത്തത് മെയിൻ ഐറ്റമാണ് ഗൈസ്. ബിരിയാണി ചെമ്പ് പൊട്ടിക്കുകയാണ്. PS ആണ് അതിൻ്റെ ലീഡ്. അത്തിപ്പഴം പഴുക്കുമ്പോൾ കാക്കക്ക് വായ്പുണ്ടെന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ അവസ്ഥ. എവിടെ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അന്ന് എനിക്ക് വ്രതമായിരിക്കും. യോഗം വേണം ഗൈസ്. വാസന കൊട്ടത് അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. ശരിക്കും നമ്മളടുത്തുള്ളൊരു എന്താ പറയുക, ഒരു ഹോട്ടലൊക്കെ നടത്തുന്നൊരു പുള്ളിക്കാരൻ ഉണ്ടാക്കി തന്നത് കേട്ടോ. നമ്മളിങ്ങനെ ഒരു റിക്വയർമെൻറ്റ് പറഞ്ഞപ്പോഴേക്കും അടിപൊളിയായിരുന്നു. വന്ന് കഴിച്ച എല്ലാവർക്കും ബിരിയാണി ഇഷ്ടമായി. കൊതിമൂത്ത് ഞാൻ കുറച്ചെടുത്ത് ഫ്രീസറിൽ വെച്ചു. 2 ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്രതം കഴിയും. എന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച, പക്ഷെ അതും പാച്ചാളിയായി. ബർത്ത്ഡേ വൈബ് സ്റ്റാർട്ടായി. അച്ചായി നന്ദിക്കൊടുന്ന മൂടില്ല, ഒരു രക്ഷയില്ല. അടുത്ത ഫണ്ടൊരു ഈർക്കിലിയും കുത്തിപ്പിടിച്ച് നടക്കുവാണ്. ഈർക്കിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്കൻ്റെ വാളാണ്. അങ്ങനെ അതും കൊണ്ട് നടക്കുവാണ്. മുറ്റത്തുണ്ടായിരുന്ന ബലൂൺ മൊത്തം 2 കൂടി ചവിട്ടി പൊട്ടിച്ചു. 2 എണ്ണം അല്ല ഗൈസ്, 3 എണ്ണം. എണ്ണം തെറ്റിപ്പോയി. ചാച്ചു, ചാനു, നന്ദു.
ഫങ്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കിടന്നപ്പോഴത്തേക്കും ഏകദേശം 1 മണി കഴിഞ്ഞു ഗൈസ്. എന്തായാലും നല്ല ഹാപ്പി ഡേ ആയിരുന്നു. ടാറ്റ ബൈ ബൈ.